സ്വർഗം, നരകം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നേ? മരണശേഷം നമ്മൾ പോകുന്ന ഏതോ സ്ഥലങ്ങൾ അല്ലേ? എന്നാൽ ആ ധാരണയെ നമുക്കൊന്ന് പൊഴിച്ചെഴുതിയാലോ? സ്വർഗവും നരകവും ഈ നിമിഷത്തിൽ നമ്മുടെ കൺട്രോളിലുള്ള യാഥാർത്ഥ്യങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഈ ജീവിതത്തിൽ തന്നെ, ഇപ്പോൾ തന്നെ ആ സ്വർഗമൊന്ന് അനുഭവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മരണശേഷം എപ്പോഴോ കിട്ടുമെന്ന് പറയുന്ന ഒരു സുഖത്തിനു വേണ്ടി കാത്തിരിക്കണോ? അതോ ഈ നിമിഷം തന്നെ ആ ഒരു അനുഭവം കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഇതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ പോകുന്ന പ്രധാന കാര്യം. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ആദ്യം തന്നെ നമ്മളിൽ പലരുടെയും ഉള്ളിൽ ഉറച്ചുപോയ പക്ഷെ ഒട്ടും സഹായകമല്ലാത്ത ഒരു വിശ്വാസമുണ്ട്. അതിനെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് പൊളിച്ചെഴുതാം. കുട്ടിക്കാലം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു ചിത്രമാണിത്, അല്ലേ? സ്വർഗം എന്നു പറഞ്ഞാൽ മേഘങ്ങൾക്കിടയിൽ എവിടെയോ ഉള്ള ഒരു അടിപൊളി സ്ഥലം. നരകം എന്നു പറഞ്ഞാലോ ഭൂമിക്കടിയിലുള്ള ഒരു ഭീകരമായ ഇടം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജോഗ്രഫിക്കൽ കോൺസെപ്റ്റാണ്. നമ്മളിൽ പലരും ഇന്നും അറിയാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മിഥ്യാധാരണ. ഇവിടെയാണ് ശരിക്കും ആ കളി മാറുന്നത്. നോക്കൂ, ഇടതുവശത്ത് ആ പഴയ സങ്കല്പം, മരണത്തിന് ശേഷമുള്ള ഏതോ ഒരു സ്ഥലം. പക്ഷേ വലതുവശത്ത് നോക്കൂ, അതാണ് യാഥാർത്ഥ്യം. സ്വർഗവും നരകവും നമ്മുടെ ഉള്ളിലെ, നമ്മുടെ മനസ്സിന്റെ രണ്ട് അവസ്ഥകളാണ്. ഈ പഴയ ചിന്ത കൊണ്ടുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയോ? അത് നമ്മളെ ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്നതിൽ നിന്നും തടയുന്നു. ഭാവിയെക്കുറിച്ചുള്ള പേടി, മറ്റുള്ളവരോടുള്ള ദേഷ്യം, പക, ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ നമുക്കുള്ളിൽ ഒരു നരകം പണിയുകയാണ്. അപ്പോൾ പിന്നെ എവിടെയാണ് ഈ സ്വർഗവും നരകവും? അതിന്റെ ശരിക്കുള്ള അഡ്രസ്സ് എവിടെയാ? ഉത്തരം വളരെ സിമ്പിളാണ്. അത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. ഈയൊരു തിരിച്ചറിവ് നമ്മുടെ ചിന്തകളെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നതെന്ന് നോക്കാം. ഇതാണ് സ്വർഗത്തിന്റെ പുതിയ നിർവചനം. വളരെ ലളിതം. ഓരോ നിമിഷവും നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ആ സമാധാനം, ആ ഒരു സന്തോഷം, അതുതന്നെയാണ് യഥാർത്ഥ സ്വർഗം. അതുപോലെ തന്നെ നരകമെന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുന്ന തീയൊന്നുമല്ല. അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിനെ അലട്ടുന്ന അസ്വസ്ഥതകളാണ്. ഓർക്കണം, പുറത്തുള്ള സാഹചര്യങ്ങളല്ല, നമ്മുടെ ഉള്ളിലെ ആ ഒരു അസ്വസ്ഥതയുണ്ടല്ലോ, അതാണ് യഥാർത്ഥ നരകം. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നറിയോ? ഈ ആന്തരിക സ്വർഗം അനുഭവിക്കുക എന്നുള്ളത് നമ്മുടെയെല്ലാം ഒരു സ്വാഭാവികമായ അവസ്ഥയാണ്. അതാണ് നമ്മുടെ ഡീഫോൾട്ട് സെറ്റിംഗ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളിലുള്ളൊരു അവസ്ഥയാണത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. സ്നേഹം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള കഴിവ്, ഈ വികാരങ്ങൾ വരുമ്പോൾ നമ്മൾ ആ സ്വർഗീയ അവസ്ഥയിലേക്ക് തനിയെ ഉയരും. എന്നാൽ അസൂയ, അടങ്ങാത്ത കോപം, പക, ഈ വികാരങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുമ്പോൾ നമ്മൾ സ്വയം ആ നരകത്തിന്റെ തീയിലേക്ക് എടുത്തുചാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പോയിന്റ്. കൺട്രോൾ ആരുടെ കയ്യിലാണ്? നമ്മുടെ തന്നെ കയ്യിൽ. സ്വർഗം വേണോ നരകം വേണോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മുടെ ചിന്തകളുടെ ആ ഒരു സ്വിച്ച് മാറ്റിയാൽ മാത്രം മതി. ഈ പറയുന്നതൊന്നും പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല കേട്ടോ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ ഋഷിമാർക്ക് ഇതറിയാമായിരുന്നു. പുരാതനമായ ഭാരതീയ ജ്ഞാനത്തിൽ ഇതിന് ആഴത്തിലുള്ള വേരുകളുണ്ട്. നമുക്ക് ആ ദിവ്യവാണിയിലേക്ക് ഒന്ന് ചെവികൊടുക്കാം. നമ്മൾ കേൾക്കാൻ പോകുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1941 ജനുവരിയിൽ രേഖപ്പെടുത്തിയ ഒരു ജ്ഞാനമാണ്. ആ കാലഘട്ടത്തിലെ ആഴത്തിലുള്ള ഒരു തിരിച്ചറിവ് എന്താണെന്ന് നോക്കാം. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളുടെ എല്ലാം ഒരു സത്ത ഇതിലുണ്ട്. സ്വർഗവും നരകവും സ്ഥലങ്ങളല്ല, അത് നമ്മുടെ മനസ്സിന്റെ അവസ്ഥകൾ മാത്രമാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, ഇതിന് കൃത്യമായ ഒരു ഉറവിടമുണ്ട്. അഖണ്ഡ ജ്യോതി എന്ന മാസികയുടെ 1941 ജനുവരിയിലെ ലക്കത്തിൽ നിന്നുള്ളതാണ് ഈ അറിവ്. ഇത് ഈ ആശയത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകുന്നു, അല്ലേ? കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് ഇതൊരു വഴികാട്ടിയുമാണ്. ഓക്കെ, ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? ഈ അറിവ് കേട്ടുപോകാൻ മാത്രമുള്ളതാണോ? അല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് നോക്കാം. അറിവിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് മാറാനുള്ള സമയമാണിത്. അപ്പോൾ നമുക്ക് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, സ്വർഗവും നരകവും നമ്മുടെ ഉള്ളിലെ മാനസികാവസ്ഥകളാണ്, പുറത്തുള്ള സ്ഥലങ്ങളല്ല. 2, സ്നേഹത്തിലും സംതൃപ്തിയിലും ജീവിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ സ്വർഗം അനുഭവിക്കുന്നു. 3, മനസ്സിലെ അശാന്തിയും വിദ്വേഷമാണ് നമ്മൾ അറിയാതെ നമുക്കായി തിരഞ്ഞെടുക്കുന്ന നരകം. അപ്പോൾ ഈയൊരു തിരിച്ചറിവിൽ നിന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം, അല്ലേ? ഇതൊരു പേഴ്സണൽ പ്രതിജ്ഞയായി എടുക്കാം. ഇന്നു മുതൽ ഓരോ നിമിഷവും ഞാൻ എൻ്റെ മാനസികാവസ്ഥയെ എൻ്റെ സ്വർഗമാക്കി മാറ്റും. അവസാനമായി
ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. സ്വർഗവും നരകവും നിങ്ങളുടെ ഉള്ളിലാണെങ്കിൽ, ഓരോ നിമിഷവും തെരഞ്ഞെടുക്കാനുള്ള അവസരം നിങ്ങളുടെ കയ്യിലാണെങ്കിൽ, നിങ്ങൾ ഇന്ന് ഈ നിമിഷം എന്തു തിരഞ്ഞെടുക്കും?